ആരോഗ്യമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു ഹെൽത്ത് ഹബ്ബ് KHRWസിൻ്റെ, അത് കഴിഞ്ഞ് KHRWസിൻ്റെ MD വന്ന് അദ്ദേഹവും ഒരു ദിവസം ഉദ്ഘാടനം നടത്തി. വിവിധ ബ്ലോക്കുകളിലായിട്ട് റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ആ റൂമുകൾ വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. മന്ത്രി പലപ്പോഴും വന്ന് തള്ളും, ആരോഗ്യ മേഖലയുടെ ഹബ്ബായി മെഡിക്കൽ കോളേജ് മാറ്റും. അപ്പോൾ ആരോഗ്യമന്ത്രി മാറ്റിയ ഒരു ഹബ്ബാണിത്. നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ KHRWS നിർമ്മിച്ച മെഡിക്കൽ ഹെൽത്ത് ഹബ്ബ് രോഗികൾക്ക് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് ഉപകാരപ്പെടാത്തത്? മറുനാടൻ അന്വേഷിക്കുകയാണ്. കോടികൾ ചെലവഴിച്ചാണ് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി വിവാദങ്ങളിലൂടെ കടന്നുപോയ പദ്ധതി ഒരു മാസം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിനുശേഷവും മുറികൾ രോഗികൾക്ക് വാടകയ്ക്ക് അനുവദിക്കുന്നില്ല. ശീതീകരിച്ച മുറികളാണ് ഹബ്ബിലുള്ളത്. കടുത്ത വേനൽച്ചൂട് സമയത്ത് പോലും ഇവ നൽകുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. KHRWസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡീലക്സ് പേവാർഡ് കെട്ടിടത്തിലാണ് ഹബ്ബ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ B, C, D, E, F നിലകളിലായി ഓരോന്നിലും 11 വീതം മുറികളാണ് ഉള്ളത്. ഇതിൽ B ആണ് മെഡിക്കൽ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയായിരുന്നു നവീകരണം. 11 മുറികളിൽ ഒരെണ്ണം VVIPകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ഇത് അടച്ചു കിടപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുൻപ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ആരോഗ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തില്ല. പകരം ഉദ്യോഗസ്ഥരാണ് മെഡിക്കൽ ഹെൽത്ത് ഹബ്ബ് തുറന്ന് നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KHRWസിൻ്റെ പേവാർഡുകളാണ് അതിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു മാസത്തിലധികമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനും വളരെ മുമ്പ് ആരോഗ്യമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു ഹെൽത്ത് ഹബ്ബ് KHRWസിൻ്റെ എക്സിക്യൂട്ടീവ് റൂം ഉൾപ്പെടെ AC റൂം, അവിടെ TV സംവിധാനങ്ങളെല്ലാം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ റൂമിൽ കിട്ടുന്ന എല്ലാ സംവിധാനങ്ങളോടും കൂടി, അത് നല്ല ഒരു കാര്യത്തെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഉദ്ഘാടനം ചെയ്ത് അത് കഴിഞ്ഞ് KHRWസിൻ്റെ MD വന്ന് അദ്ദേഹവും ഒരു ദിവസം ഉദ്ഘാടനം നടത്തി. അങ്ങനെ മന്ത്രിയും ജീവനക്കാരും മാറി മാറി ഉദ്ഘാടനം നടത്തിയ ഒരു ഹെൽത്ത് ഹബ്ബാണ്. ഈ ഹബ്ബ് എന്താണെന്ന് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു രൂപവുമില്ല. ഇപ്പോൾ ഇതിൻ്റെ വിവിധ ബ്ലോക്കുകൾ A, B, C, D, E, F അങ്ങനെ വിവിധ ബ്ലോക്കുകളിലായിട്ട് റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ആ റൂമുകൾ വെറുതെ അടച്ചിട്ടിരിക്കുകയാണ്. മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് AC റൂമുകൾ. ഇവിടെ റൂമുകൾ കിട്ടാതെ അല്ലെങ്കിൽ വാർഡുകളിൽ ബെഡില്ലാതെ രോഗികൾ നട്ടംതിരിയുകയാണ്. അതിൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവർ പേവാർഡുകൾ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഡീലക്സ് കുറച്ചുകൂടി പണമുള്ളവർക്ക് ഡീലക്സ് പേവാർഡുകൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ എന്ത് പറഞ്ഞാലും പാവപ്പെട്ടവന് ഇവിടെ തറയിലും കിടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ICUവിൽ കിടന്നാൽ അവിടെ തീ പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം. അതോടൊപ്പം ഇവിടെ KHRWS പോലെയുള്ള ഈ സ്ഥാപനങ്ങൾ നിരവധിയായ മുറികൾ നവീകരിച്ചിട്ടും തുറന്നു കൊടുക്കാതിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ മേഖലയുമായിട്ട് ഒരു ബന്ധവുമില്ല. അവരെവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് നാട്ടുകാർക്കോ ജനങ്ങൾക്കൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ ഹബ്ബായാലും ഹബ്ബ് അല്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഈ റൂമുകൾ ഇങ്ങനെ പൂട്ടിയിടാതെ, ഈ ചുട്ടുപൊള്ളുന്ന വേനൽ സമയമാണ്, അത്യാവശ്യം സാമ്പത്തികമുള്ള AC റൂമുകൾ എടുത്ത് അവിടെ നല്ല ചികിത്സ അവർക്ക് ലഭിക്കട്ടെ. ഈ ഹബ്ബിൽ എന്തൊക്കെ സംവിധാനമുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ പഴയതുപോലെ എക്സിക്യൂട്ടീവ് റൂമല്ലാതെ അവിടെ വേറൊരു സംവിധാനവും ഇല്ല. അപ്പോൾ ഹബ്ബ് എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഈ IT ഹബ്ബ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പോലെ മന്ത്രി പലപ്പോഴും വന്ന് തള്ളും, ആരോഗ്യ മേഖലയുടെ ഹബ്ബായി മെഡിക്കൽ കോളേജ് മാറ്റും. അപ്പോൾ ആരോഗ്യമന്ത്രി മാറ്റിയ ഒരു ഹബ്ബാണിത്. ആ ഹബ്ബിൻ്റെ ദയനീയമായ സാഹചര്യമാണ്. അപ്പോൾ ഇത്തരം തള്ളലുകൾ കൊണ്ട് മാത്രം പാവപ്പെട്ട രോഗികൾക്ക് പ്രയോജനമില്ല. ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ കത്തിപ്പോയ ICU വെന്റിലേറ്റർ പോലും ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല.
യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥാപിക്കേണ്ട അത്തരം പ്രവൃത്തികളും ചെയ്യുന്നില്ല. ഇതുപോലെ എത്രയോ മാസക്കാലമായി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ അഴിമതികൾ ഇവിടുത്തെ ജീവനക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ തൊഴിലാളി യൂണിയൻ തന്നെ അവർ നിരവധി പരാതികൾ മന്ത്രിക്കും വിജിലൻസിനും ഉൾപ്പെടെ കൊടുത്തെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ നിർമ്മാണത്തിന് ഏറ്റവും കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കുമെന്ന് ടെൻഡർ വിളിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ടൈൽസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇട്ടതിൻ്റെ പേരിൽ വലിയ ക്രമക്കേടിൻ്റെ ഒരു ആരോപണവും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഹബ്ബ് വന്നാലും വന്നില്ലെങ്കിലും ഈ പാവപ്പെട്ടവന് ഈ 2500 രൂപയ്ക്ക് ഡീലക്സ് വാർഡ് തുറന്നു കൊടുക്കാൻ KHRWSൻ്റെ MDയും മന്ത്രിയും തയ്യാറാവണം. നിരവധി ഉദ്ഘാടനങ്ങൾ നിങ്ങൾ നടത്തിയതുകൊണ്ട് അതിൻ്റെ ധാർമ്മിക ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുകൂടാതെ ഈ മുറികളുടെ എത്രയാണ് തുക എന്ന് കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വാടക നേരത്തെ AC റൂമൊക്കെ 2500 ആയിരുന്നു. ഇവർക്ക് പുതുക്കി പണിഞ്ഞിട്ട് TV ഉൾപ്പെടെ പല സംവിധാനങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. ഹബ്ബ് എന്ന് വെച്ചാൽ അതിനകത്ത് TVയും മേശയും കസേര ഉള്ള ശീതീകരിച്ച മുറിയാണ്. AC റൂമാണ്. ഡീലക്സ് പേ വാർഡ് മുമ്പും ശീതീകരിച്ചതാണ്. പക്ഷേ അതിനകത്ത് TV ഉൾപ്പെടെ സംഭവങ്ങൾ വെച്ചതുകൊണ്ട് ഹബ്ബായി മാറുമോ എന്നറിയില്ല. പക്ഷേ അതിൻ്റെ റേറ്റിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തീരുമാനം. ഇതിൻ്റെ കൂടെ രോഗികൾക്ക് മറ്റ് സ്വകാര്യ ആശുപത്രി കിട്ടുന്ന എല്ലാ സംവിധാനം കിട്ടുമെന്നാണ് പറയുന്നത് ഈ ഹബ്ബ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഇത് ഈ ഡോക്ടർമാർ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? ഇത് മറ്റ് പേവാർഡുകളിൽ കിടക്കുന്ന രോഗികളുടെ ഡോക്ടർമാർ, അവരുടെ യൂണിറ്റിലുള്ള ഡോക്ടർമാർ അവരുടെ വാർഡുകൾ പരിശോധിക്കുന്ന ആ മുറയ്ക്ക് ഇവിടെയും വന്ന് പരിശോധിക്കും. പക്ഷേ ഇവിടെ നിന്ന് പൂർണ്ണമായും അധിക പണം വാങ്ങിയിട്ട് ഹബ്ബാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന രോഗികൾക്ക് എന്ത് സംവിധാനം, എന്ത് സജ്ജീകരണമാണ് കൊടുത്തിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോ KHRWSൻ്റെ ഡയറക്ടറോ പറയാൻ തയ്യാറാണ്. ഞാനിവിടെ ബന്ധപ്പെടുമ്പോൾ ഈ ആശുപത്രിയുടെ അധികാരികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ അറിവോ സമൂഹത്തോടു കൂടി അല്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഹബ്ബ് ഉണ്ടാക്കുന്നത്. ഈ ഹബ്ബ് ഉണ്ടാക്കി അവിടെ മികച്ച ചികിത്സ വരണമെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അവരുമായി ചർച്ച ചെയ്ത് അവിടെ മികച്ച ഒരു സംവിധാനം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന പോലും ഇല്ലാതെ തോന്നും പടി ചെയ്യുകയാണ്. ഇവിടെ മുമ്പ് നമ്മൾ പറയുന്നതാണ് ആരോഗ്യവകുപ്പിന് നാഥനില്ല കളരിയാണ്. ആ നാഥനില്ല കളരിയുടെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും നമുക്കിത് കാണുവാൻ സാധിക്കും. അതായത് ഈ ഡോക്ടർമാരുടെ സജ്ജീകരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ യാതൊരുവിധ തീരുമാനമോ ധാരണയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡോക്ടർമാർ ഏത് തരത്തിലാണ് ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത്? വാർഡുകൾ കിടക്കുന്ന മറ്റ് രോഗികളെ പോലെയാണെങ്കിൽ ഇതൊരു ഹബ്ബ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വാർഡായിട്ട് മാത്രമേ കണക്കാക്കൂ. അപ്പോൾ ഈ ഡോക്ടർമാരെന്ന് പറയുന്ന അവരുമായിട്ട് ചർച്ച ചെയ്യണം. അതിന് ഏറ്റവും പ്രധാന പ്രിൻസിപ്പൽ, ഇതിൻ്റെ മൊത്തത്തിലുള്ള അധികാരി ആശുപത്രി പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്, അതുപോലെ സൂപ്രണ്ട്. അവരുമായും ഡോക്ടർമാരുടെ മറ്റ് സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തല്ലേ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പുതിയൊരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വെറുതെ ഒരു ഹബ്ബ് എന്ന് പേരും എഴുതി വെച്ചിട്ട് ഒരു AC റൂം മാത്രം കൊടുത്തിട്ട് ഇതാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഹെൽത്ത് ഹബ്ബ് എന്നൊക്കെ ആരോഗ്യമന്ത്രി പറയുന്ന ഈ പൊള്ളത്തനങ്ങൾ ഒന്നും അവസാനിപ്പിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ അവസാനിപ്പിക്കാനില്ല, ജനം ആരോഗ്യമന്ത്രിയുടെ കഥ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വരുന്ന 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ആ കഥ അവസാനിക്കും. അപ്പോൾ പുതിയ ആരോഗ്യമന്ത്രി വരുമ്പോൾ ഇത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കാനാണ് ഇപ്പോൾ സാധിക്കുന്നത്. എന്തായാലും പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് സർക്കാർ മേഖലയിലും ആധുനിക സൗകര്യങ്ങളോടെയുള്ള പേവാർഡ് മുറികൾ എന്നതായിരുന്നു ഹബ്ബിൻ്റെ നേട്ടമായി പറഞ്ഞിരുന്നത്. ഇത് അനുസരിച്ചുള്ള നടപടികൾ പിന്നീട് ഉണ്ടായുമില്ല. മുറികളുടെ നിരക്ക് ഇതുവരെ നിശ്ചയിച്ചിട്ടുമില്ല. നിരക്ക് നിശ്ചയിക്കണം എങ്കിൽ ഗവേണിംഗ് ബോഡി ചേരണം. നിരക്കുകൾ നിശ്ചയിക്കാത്തതും മുറികൾ വാടകയ്ക്ക് നൽകാൻ കഴിയാത്തതും കാരണം കോടിക്കണക്കിന് രൂപ മുടക്കിയ പദ്ധതി ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ ഡീലക്സ് പേവാർഡിൻ്റെ F ബ്ലോക്കും അടച്ചിട്ടിരിക്കുകയാണ്. കോവിഡ് സമയത്ത് അടച്ച ബ്ലോക്ക് ഇതുവരെയും തുറന്നിട്ടുമില്ല. അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിലാണ് നിലവിലിപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. അതേസമയം മെഡിക്കൽ ഹെൽത്ത് ഹബ്ബ് നിർമ്മാണത്തിൽ തുടക്കം മുതൽ തന്നെ ക്രമക്കേടുകളുണ്ട്. KHRWSൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.